റിവ്യൂസ് പറയുന്നതിൽ ഏറ്റവും കൂടുതൽ മികച്ചിരിക്കുന്നത് അശ്വന്ത് ഗോക്കാണ്. അദ്ദേഹത്തിനെ പറ്റി എന്താണ് പറയുന്നത്? അശ്വന്ത് ഗോക്കിന് എനിക്ക് പറയാൻ വെച്ച് കഴിഞ്ഞാൽ അളിയനെ ഞാൻ കുറ്റം പറയുന്നില്ല. അവൻ ഇപ്പം ഞാൻ പറയുന്ന പോലെ രീതിയിലേക്കാണ് പുള്ളി പറയുന്നത്. കാര്യം ഞാൻ പുള്ളിയെ കോപ്പി അടിച്ചല്ല ഞാൻ പറയുന്നത്. അശ്വന്ത് ഗോക്ക് ഒരു സിനിമ കണ്ട് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഡയറക്ടർ, സ്ക്രിപ്റ്റിങ്, എല്ലാം പ്രൊഡക്ഷൻ, എല്ലാ കാര്യങ്ങളും പുള്ളി പറയാറുണ്ട്. ആ പറയുന്ന കാര്യങ്ങളാണ് കറക്റ്റാണ്. ഇപ്പം മമ്മൂക്കയുടെ പടം ഇറങ്ങി ടർബോ ഇറങ്ങിയപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഹൈപ്പായിട്ട് കൊടുത്തതാണ്. ഹൈപ്പായിട്ട് കൊടുത്ത് വന്ന് ഞാനും പോയി പടം കണ്ട് ഫസ്റ്റ് ഷോയ്ക്ക് ഞാൻ പോയി കണ്ടതാണ്. പോയി കണ്ടിട്ട് ഞാൻ റിവ്യൂ പറഞ്ഞു. ഞാൻ റിവ്യൂ പറയാൻ വേണ്ടി നമുക്ക് അത് കൊള്ളൂല എന്ന് എപ്പോഴും പറഞ്ഞ് മമ്മൂട്ടി ഫാൻസും കാര്യങ്ങളും നിൽക്കുന്നത്. പക്ഷേ ഞാൻ ധൈര്യത്തോടെ പറഞ്ഞു കൊള്ളൂലെന്ന് തന്നെ പറയാം. അത് മോഹൻലാലിൻ്റെ ആയിരുന്നാലും മമ്മൂക്കയുടെ പടം ആയിരുന്നാലും സ്ക്രിപ്റ്റിംഗ് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ കൊള്ളൂലെന്ന് പറയും. പക്ഷേ മമ്മൂക്കനെ ഞാൻ കൊള്ളൂലെന്ന് ഒരിക്കലും പറയൂല. അതിൽ കുക്ക് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. കുക്ക് പറഞ്ഞതിൽ 100% സത്യമായിട്ടുള്ള കാര്യമാണ്. അത് നല്ല കാര്യമാണ് പറഞ്ഞത്. അല്ലാതെ പിന്നെ കൊക്കിനടുത്ത് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നടന്മാരെയും ഓരോ സിനിമ ഇറങ്ങുമ്പോഴത്തേക്ക് അവൻ ഓരോ സിനിമയിലെ വേഷം കേട്ടോ. മലക്കോട്ടെ വാലിബനിലെ ലാലേട്ടൻ്റെ വേഷത്തിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഹായ് ഫ്രണ്ട്സ് ഞാൻ കൂക്കാണെന്ന് പറഞ്ഞിട്ട് വന്ന് അങ്ങനെയൊക്കെ ആക്ഷേപിക്കരുത്. ഒരു നടന്മാരെ ആക്ഷേപിക്കരുത്. നിനക്ക് പറയാം നീ സിനിമ കണ്ട് നിൻ്റെ പൈസ കൊടുത്ത സിനിമ ആണ്, ഞാൻ എൻ്റെ പൈസ കൊടുത്ത സിനിമ ആണെന്ന്. അപ്പോൾ എനിക്ക് പറയാം, എനിക്കതിൻ്റെ അഭിപ്രായം പറയാം. ഞാൻ എൻ്റെ പൈസ കൊടുത്ത് കണ്ടിട്ടാണ് പറയുന്നത്. പക്ഷെ ഒരു നടന്മാരെയും ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ പാടില്ല. സിനിമ കൊള്ളൂലെങ്കിൽ ഇപ്പം പറയുന്ന രീതിയിൽ കൊള്ളൂല എന്ന് പറഞ്ഞാൽ അത് ഞാൻ അംഗീകരിക്കുന്നു. അതിൽ ഞാൻ പുള്ളിനെ 110% അംഗീകരിക്കുന്നു. നല്ല കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഒരു നടന്മാരെയും അനാവശ്യം പറയാൻ പാടില്ല. ഇപ്പൊ ഈ ടർബോ സിനിമ ഇറങ്ങിയപ്പം അടിച്ചു കയറുക എന്നും പറഞ്ഞൊരു ഡയലോഗ് ഭയങ്കര ഫേമസ് ആയി. ചേട്ടൻ അയ്യേ അതെന്തൊരു ഡയലോഗ്? അടിച്ചു കയറിയ എന്ന് പറയണത് എനിക്കത് വലിയ ഡയലോഗായിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല. അത് കഴിഞ്ഞൊരു സിനിമ, ഒരു ജലാത്സവം സിനിമയ്ക്കകത്ത് റിയാസ് ഖാൻ പറഞ്ഞൊരു ഡയലോഗാണ് അടിച്ചു കയറിയ. ഇപ്പോഴ് മലയാള ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നെന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ വൈറലായ കുറേ ആൾക്കാരുണ്ട്. നമ്മുടെ നാഗസൈലന്ത്രിയുടെ ഡയലോഗാണ് പ്രയാമ്പലൂറാണ്. പിന്നെ നടികരിൽ അവർ കുന്നുവാവ എന്നുള്ളൊരു പാട്ടുണ്ട്. അത് നമ്മുടെ സിനിമാ നടി ഭാവന അതിൽ റീൽസ് ചെയ്യുന്നുണ്ട്. അപ്പം അതേപോലെ ഒരുപാട് പേരെ കാര്യങ്ങൾ ഇപ്പം ഈ സിനിമയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പോൾ ഉള്ള പുതിയ ഇറങ്ങുന്ന പടങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ ഒരുപാട് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, അങ്ങനെ നിങ്ങൾ കൊണ്ടുവരണമെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അവസരം കൂടെ നിങ്ങൾ കൊടുക്കണം. ഇപ്പോൾ ഒരു സെലിബ്രിറ്റീനെ, ഇപ്പം വലിയ സെലിബ്രിറ്റി, ഇപ്പം എൻ്റെ മക്കളടുത്ത് ഇന്ന നടീനെ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മഹിമ നമ്പേരെ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിഞ്ഞുകൂടാ. നാഗസൈലന്ത്രി എന്ന് പറഞ്ഞാൽ അറിയാം, ആറാട്ടണ്ണെന്ന് പറഞ്ഞാൽ അറിയാം, അവരറിയാം. മനസ്സിലായില്ലേ? അവരും ഒരു വലിയ സെലിബ്രിറ്റി പോലെയാണ്. അപ്പോൾ അവരെയും ഇതിലോട്ട് എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മനസ്സിലായില്ലേ? അതിലൊരു തെറ്റില്ല. കാര്യം നമ്മൾ എന്തെങ്കിലും ഒരു ഡയലോഗ് പറയുകയാണെങ്കിൽ അതിനെ അവിടുന്ന് സിനിമാക്കാരെടുത്ത് ആ സിനിമയിൽ അങ്ങ് കയറ്റും. നമുക്ക് വേണമെങ്കിൽ പരാതി കൊടുക്കാം. ആ നാഗസൈലന്ത്രി എന്ന് പറഞ്ഞാൽ അവർക്ക് പരാതി കൊടുക്കാം. അവരത് ഫേമസ് ആയിട്ടുണ്ട്. പക്ഷേ അവർക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? കോടികൾ വാരിയല്ല പടം, അവർക്ക് വല്ല കൊടുത്തിട്ടുണ്ടോ? സിനിമാക്കാരെ കുറ്റം പറയുന്നതല്ല, വല്ലതും കൊടുക്കണം. അവരെ ഡയലോഗ് കൊടുത്ത് അവർക്ക് വേണമെങ്കിൽ കേസിൻ്റെ രീതിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറയണ പൈസ കൊടുത്താലേ പറ്റൂ. അത് അങ്ങനെയുള്ള കാര്യം. ഞാൻ സത്യമായിട്ട് പോകുന്ന രീതിയിലാണ്. ഞാൻ ഉള്ളതല്ലോ പറയും. മനസ്സിലായില്ലേ? ആണ് എൻ്റെ സ്വഭാവം.